ആരോഗ്യമന്ത്രിക്ക് പകൽ വെളിച്ചത്തിൽ അവിടെ പോകാനുള്ള ധൈര്യമില്ലായിരുന്നു ആ വീട്ടിൽ. പകൽ വെളിച്ചത്തിൽ പോയില്ലല്ലോ. നിങ്ങളെ ആരും വിളിച്ചുകൊണ്ട് പോയില്ലല്ലോ. പോയോ? നിങ്ങളാരും അവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ആരോഗ്യമന്ത്രി പ്രതിഷേധത്തെ ഭയക്കുന്നു. പ്രതിഷേധം ഉണ്ടാകുന്നു. എന്തുകൊണ്ടുണ്ടാകുന്നു? അതാണ് പ്രശ്നം. എന്തുകൊണ്ട് പ്രതിഷേധം ഉണ്ടാകുന്നു? ആരോഗ്യ വകുപ്പിൻ്റെ കുത്തഴിഞ്ഞ നടപടി കൊണ്ട് ജനങ്ങൾ ഇന്ന് അസ്വസ്ഥരാണ്. ഒരാശുപത്രിയിലും മരുന്നില്ല, പഞ്ഞിയില്ല. ഡോക്ടർമാർ പാവപ്പെട്ട രോഗികൾക്ക് കുറിച്ചു കൊടുക്കുന്ന മരുന്നും ഉപകരണവും കൊണ്ടുവന്നാൽ ചികിത്സിക്കും. നമ്മുടെ മെഡിക്കൽ കോളേജിൽ, താലൂക്ക് ആശുപത്രിയിലൊക്കെ നല്ല ഡോക്ടർമാരുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യും? അവർക്കെന്ത് ചെയ്യാൻ കഴിയും? മരുന്നില്ല. ആയിരക്കണക്കിന് കോടി രൂപ ഈ മരുന്ന് സപ്ലൈ ചെയ്യുന്നവർക്ക് കൊടുക്കാണ്ട് അവർ മരുന്ന് കൊടുക്കുന്നില്ല. പഞ്ഞിയില്ല, ഉപകരണങ്ങളില്ല. പിന്നെ എങ്ങനെയാണ് ചികിത്സ നൽകുന്നത്? അപ്പം ആ നിലയിൽ കേരളത്തിൽ പാവപ്പെട്ട ആളുകൾ പോകുന്ന ആശുപത്രിയല്ലേ ഗവൺമെൻറ് ആശുപത്രികൾ? അവർക്കിപ്പോൾ അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ പറ്റുമോ? അവർക്ക് UK പോയി ചികിത്സിക്കാൻ പറ്റുമോ? അവർക്ക് വരാൻ കഴിയുന്നത് ഗവൺമെൻറ് ആശുപത്രികളിലാണ്. ആ ഗവൺമെൻറ് ആശുപത്രികളിൽ യാതൊരു സൗകര്യമില്ലാത്ത ദയനീയമായ അവസ്ഥയാണ്. അത് പരിഹരിക്കാൻ പോലും മന്ത്രി തയ്യാറല്ല. അതിനുള്ള മന്ത്രിയെ ന്യായീകരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും.